യൂത്ത് കോൺഗ്രസ് ദേശീയ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയതിൽ നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് ചാണ്ടിയുമ്മൻ എം.എൽ.എ. പിതാവിന്റെ ഓർമ്മ ദിവസം തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയതെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. പുറത്താക്കിയത് ആരാണെന്നും എന്താണ് കാരണമെന്നും എല്ലാവർക്കും അറിയാമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞത് കേൾക്കാം. എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. രണ്ട്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനമെന്നാണ് പറഞ്ഞത്. അതേസമയം യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിലും ചാണ്ടിയുമ്മൻ അതൃപ്തി പരസ്യമാക്കി. അബിനെ കൂടുതൽ പരിഗണിക്കണമായിരുന്നുവെന്നും അബിൻ അർഹതയുള്ള വ്യക്തിയാണെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. അബിൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അബിനതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണമായിരുന്നു തീരുമാനമെടുക്കാൻ. പക്ഷേ തീരുമാനമെടുത്തു. പാർട്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. പാർട്ടിയുടെ തീരുമാനം ഫൈനലാണ് എന്ന് ഞാൻ കരുതുന്നു. വിവാദങ്ങൾക്കിടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഒ.ജെ. ജനീഷ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ സന്ദർശനം നടത്തി. ലാൽ കൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലാൽ, ഇതിലിപ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് ചാണ്ടിയുമ്മൻ തന്റെ അതൃപ്തി പരസ്യമാക്കിയത്. അത് നിലവിലെ സാഹചര്യങ്ങളിൽ കൂടിയാണ്, തനിക്കുണ്ടായ അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് അതേക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നത്. ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. ഒപ്പം തന്നെ ഈ നിലവിലുണ്ടായിരിക്കുന്ന അബിൻ വർക്കിയുമായി ബന്ധപ്പെട്ട വിവാദം, ഈ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹം പരസ്യമായി തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അനൂജ, ഇത് നേരിട്ടുള്ള ഒരു വിമർശനം എന്ന ഘട്ടത്തിലേക്ക് വരുന്നത് അബിൻ വർക്കിയിൽ ചാണ്ടിയുമ്മൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അബിൻ വർക്കിയുടെ വിഷയത്തിൽ നിന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ അത് ചാണ്ടിയുമ്മൻ്റെ വിഷയത്തിലേക്ക് നേരിട്ടെത്തുകയാണ്. മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തെ നേരിട്ട് ആക്രമിക്കാൻ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പിതാവിൻ്റെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസം പള്ളിയിൽ പ്രാർത്ഥിക്കുന്നതിനിടയിലാണ് ഔട്ട്റീച്ച് സെല്ലിൻ്റെ ചാർജിൽ നിന്ന് ഒഴിവാക്കിയ വിവരം അദ്ദേഹത്തെ അറിയിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഈ മൈനോറിറ്റി വിഭാഗങ്ങൾക്കിടയിൽ, ആദിവാസി വിഭാഗങ്ങൾക്കിടയിലടക്കം പ്രവർത്തിക്കേണ്ട സംഘടനയുടെ ചാർജാണ് ദേശീയ തലത്തിൽ ചാണ്ടിയുമ്മനുണ്ടായിരുന്നത്. ആ ചാർജിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ ആ ഒഴിവാക്കുന്ന സമയത്ത് ചാണ്ടിയുമ്മനുമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിനുള്ള കാരണങ്ങൾ ബോധ്യപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപമാനിച്ചിറക്കി വിടുന്നതിന് തതുല്യമായ രീതിയിലായിരുന്നു നേതൃത്വത്തിൻ്റെ പെരുമാറ്റം. അതിന് പിന്നിൽ ചില ആളുകളുണ്ട്, അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് ആരൊക്കെയാണ് എന്ന കാര്യം പൊതുവിൽ എല്ലാവർക്കും അറിയാം. അത് തുറന്നു പറയാനും മടിയില്ല. പക്ഷേ അത് ഈ അവസരത്തിൽ പറയുന്നില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാനുണ്ട് എന്നൊരു കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതേ കാരണങ്ങൾ തന്നെ എന്ന രീതിയിൽ തന്നെയാണ് അബിൻ വർക്കിയുടെ വിഷയത്തിലും പറയുന്നത്. സംസ്ഥാനത്ത് വലിയ രീതിയിൽ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരുന്നു അബിൻ വർക്കി. പക്ഷേ അബിൻ വർക്കിയെ വേണ്ട രീതിയിൽ പാർട്ടി പരിഗണിച്ചില്ല. മാത്രമല്ല അർഹിക്കുന്ന പദവികളും കൊടുത്തില്ല. ഏതൊരു ഘട്ടത്തിലാണെങ്കിൽ പോലും അബിൻ വർക്കിയുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷമാകാമായിരുന്നു എന്ത് വേണം എന്ന നിലപാടെടുക്കേണ്ടത്. ആ നിലപാടെടുക്കാനും തയ്യാറായില്ല. അത് അബിൻ വർക്കിയെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ് എന്ന കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഈ നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും അതനുസരിക്കാനെല്ലാം ഞങ്ങൾ തയ്യാറാണ്, അതനുസരിക്കുകയും ചെയ്യും, അത് ഫൈനലുമാണ്. പക്ഷേ പരിഗണിക്കപ്പെടേണ്ടവർ പരിഗണിക്കപ്പെടാതെ പോകുന്നതും അവഗണിക്കപ്പെടുന്നതും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ചാണ്ടിയുമ്മൻ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഇന്ന് സംസ്ഥാനത്ത് പുതിയ അധ്യക്ഷനായി ചുമതലയേൽക്കുന്ന ജനീഷ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാഞ്ജലി അർപ്പിച്ചിരുന്നു. അദ്ദേഹത്തോടൊപ്പം ചാണ്ടിയുമ്മനും ഉണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങൾ ചാണ്ടിയുമ്മനോട് ചോദിച്ചെങ്കിലും അദ്ദേഹം വീണ്ടും അത് പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്താണെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച ചില ലക്ഷ്യമുള്ള ആളുകളെക്കുറിച്ച് കൃത്യമായി പറയാനുണ്ട്. അത് തിരഞ്ഞെടുപ്പിന് ശേഷം പറയും എന്ന് സൂചന കൂടി നൽകുന്നുണ്ട് ചാണ്ടിയുമ്മൻ. അതാണ് അതൃപ്തി തുറന്നു പറഞ്ഞുകൊണ്ടാണ് ചാണ്ടിയുമ്മൻ ഇന്ന് രംഗത്തെത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.